ഒരു സാധാരണക്കാരൻ്റെ ബജറ്റിൽ ഒതുങ്ങുന്നതും നല്ല ശബ്ദ ക്വാളിറ്റി അതായത് ഗാംഭീര്യമുള്ള ശബ്ദം ലഭിക്കുന്നതും ഇനി നോയ്സ് ക്യാൻസലേഷൻ ആവശ്യമാണെങ്കിൽ നല്ല പോലെ നോയ്സ് ക്യാൻസലേഷൻ ലഭിക്കുന്നതും ഇനി അത്യാവശ്യം പാട്ടൊക്കെ പാടുന്നവരാണെങ്കിൽ എക്കോ സിസ്റ്റം ഉള്ളതുമായ വയർലെസ് മൈക്രോഫോണാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ഗ്രനാരോ എന്ന കമ്പനിയുടെ P10 എന്ന് പറയുന്ന മോഡലാണ്. ആ മൈക്രോഫോണിലാണ് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സാധാരണ ഞാൻ ചെയ്യുന്ന വീഡിയോക്കാളും അല്പം ശബ്ദം നിങ്ങൾക്ക് ഗാംഭീര്യമുള്ളതായിട്ട് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൈക്രോഫോൺ തന്നെയാണിത്. ഇതുപോലൊരു ചാർജിങ് കേസിനകത്താണ് മൈക്രോഫോൺ വരുന്നത്. ഇതിനകത്ത് 2 മൈക്രോഫോണും പിന്നെ ഒരു കണക്ടറും വരുന്നുണ്ട്. അതൊക്കെ വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ മൈക്രോഫോണിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെ, അതുപോലെ തന്നെ എക്കോ മോഡ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ശബ്ദ ക്വാളിറ്റി എങ്ങനെയാണ് എന്നൊക്കെയുള്ള വിശദാംശങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ മൈക്കിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്, കടൽ തീരത്ത്. തിരമാലയുടെ നല്ല പോലെ ശബ്ദമുണ്ട്, കൂടാതെ നല്ല പോലെ കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നോയ്സ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇത്രയും ശബ്ദങ്ങൾക്കിടയിലും നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടാവും, അത്രയും നല്ല മൈക്കായതുകൊണ്ടാണ്. ഇനി ഞാൻ ഈ മൈക്കിൻ്റെ നോയ്സ് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ 3 മൂഡാണുള്ളത് പ്രധാനമായിട്ട്. ആദ്യത്തേത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് മൂഡാണ്. അത് ഒരു നോർമലായിട്ട് മാത്രമേ നോയ്സ് ഒഴിവാക്കുകയുള്ളൂ. ഞാൻ ഫസ്റ്റ് മോഡിൽ ഇടുകയാണ്. ഓക്കെ, ഇപ്പം നോയ്സ് ക്യാൻസലേഷൻ്റെ ഫസ്റ്റ് മോഡാണിത്. ഒരു കുറച്ചൊക്കെ നോയ്സ് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇത് രണ്ടാമത്തെ മോഡാണ് നോയ്സ് ക്യാൻസലേഷൻ്റെ. നിങ്ങൾക്ക് അത്യാവശ്യം ശബ്ദമൊക്കെ പോയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ഏറ്റവും ഫൈനൽ നോയ്സ് ക്യാൻസലേഷൻ ആണ്. നിങ്ങൾക്ക് ഏകദേശം മുഴുവനായിട്ട് തന്നെ നോയ്സ് പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴും നല്ലപോലെ കാറ്റും വീശുന്നുണ്ട്, തിരമാലയുടെ ശബ്ദമുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ബട്ടൺ ഒന്ന് ഒഴിവാക്കുകയാണ്. ഓക്കെ, ഇപ്പം നോയ്സ് ക്യാൻസലേഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശബ്ദ കോലാഹലങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നല്ല നോയ്സ് ക്യാൻസലേഷൻ ഈ മൈക്രോഫോണിനുണ്ട്. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരുന്നത് മൈക്രോഫോണിൻ്റെ റേഞ്ചാണ്. എത്ര ദൂരം വരെ മൈക്രോഫോൺ കിട്ടുമെന്നാണ് പരിശോധിക്കുന്നത്. ഓക്കെ, കമ്പനി പറയുന്നത് 50 മീറ്ററാണ്. പക്ഷേ ഞാൻ 50 മീറ്ററിന് മുകളിലും സഞ്ചരിക്കും, എന്നാലും മൈക്രോഫോൺ കട്ടാവുന്നതല്ല. ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ തിരിയുകയാണ്. ഓക്കെ, ആ തിരിഞ്ഞ സമയത്ത് ശബ്ദം കട്ടായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇനിയും പിറകോട്ട് ഞാൻ സഞ്ചരിക്കുകയാണ്. ഇനിയും സഞ്ചരിച്ചാലും നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഷോർട്ട് ഫിലിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്കും അല്പം ദൂരത്തെ നിന്നും അവരുടെ ശബ്ദമൊക്കെ പിടിക്കാൻ സാധിക്കും. പിന്നെ ആകെയുള്ള പ്രശ്നം തിരിയുകയും അധികം ശരീരം ഇളക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മൈക്രോഫോൺ ദൂരത്തെ നിന്ന് കട്ടാകും. അടുത്ത് നിന്ന് പ്രശ്നമില്ല. ഇപ്പം ഞാൻ തൊട്ടടുത്ത് നിന്നൊക്കെ ഓക്കെ, ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഇനി ഇതിൽ എക്കോ മൂഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പാട്ടൊക്കെ പാടുന്നവർക്ക് നല്ലതാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതേ നോയ്സ് ക്യാൻസലേഷൻ്റെ ബട്ടൺ 2 തവണ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ എക്കോ മോഡായിട്ടുണ്ട്. ഹൃദയത്തിൻ തന്ത്രിയിലാരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ. ഞാൻ കാണിച്ചു തന്ന വിവരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മൈക്രോഫോൺ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗ്രനേറോ എന്നാണ് കമ്പനിയുടെ നെയിം. ഇതിൻ്റെ മോഡൽ നെയിം P10 എന്നാണ്. അപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾക്ക് ഈ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ്. പിന്നെ കേസിനകത്ത് വരുന്നത് ഒരു കേബിളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു ചാർജിങ് കേസിനകത്താണ് മൈക്രോഫോൺ വരുന്നത്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. 2 മൈക്രോഫോണും ഒരു ഫോണിൽ കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്ററും ഉണ്ട്. അഡാപ്റ്റർ ഞാൻ ഫോണിലേക്ക് കണക്ട് ചെയ്യുകയാണ്. പിന്നെ മൈക്രോഫോണുമായിട്ടുള്ള ബന്ധം തുടരും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഫോണുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിന് ഡുവൽ ഡയഫ്രം ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ശബ്ദം നല്ല ക്വാളിറ്റി ഉള്ളത്. പിന്നെ പ്രധാനമായിട്ട് 2 ബട്ടൺ, ഒന്ന് പവർ ബട്ടണും താഴെ പിന്നെ മോഡ് ചേഞ്ച് ചെയ്യുന്ന ബട്ടണാണ്. നമ്മൾ ഇതിലാണ് എക്കോ ഒക്കെ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, വീഡിയോ ഒരുപാട് നീണ്ടു പോകും. പിന്നെ നമ്മൾ കേസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ചാർജ് ആയിക്കോളും. പിന്നെ 90% മാത്രമേ ചാർജ് കയറുകയുള്ളൂ കേട്ടോ. ബാറ്ററി കേടാകാതിരിക്കാൻ കമ്പനി തന്നെ കൊണ്ടുവന്ന സിസ്റ്റമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാൻ വാങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പരിചയപ്പെടുത്തി എന്ന് മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.